മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് ഉസ്താദ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. എനിക്കൊരു ചോദ്യമുണ്ട്. മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? കേട്ടല്ലേ, എല്ലാവരും കേട്ടല്ലേ? നല്ലൊരു ചോദ്യമാണ്. മയ്യത്ത് ദഫൻ ചെയ്യാൻ വേണ്ടി മറവ് ചെയ്യാൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ അയാളുടെ ചോദ്യം, കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നതാണ് അയാളുടെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ മറുപടി ഫുഖഹാവ് തൻ്റെ ഫിഖ് ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫയിലുണ്ട്, നിഹായയിലുണ്ട്, വേണ്ട ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയയിൽ അടക്കമുണ്ട് ഇതിൻ്റെ മറുപടി. അതായത് മയ്യത്തിന് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ചുമകന്ന് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ മയ്യത്തിനെ അവിടുന്ന് ഉയർത്തുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് പിന്നെ ഉയർത്തുക മയ്യത്തിനെ. എന്നിട്ട് ചുമന്നു കൊണ്ടുപോകുമ്പോൾ അവിടെ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. സാധാരണ എല്ലായിടത്തും പറയൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അവിടെ പറയേണ്ടത് സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയലാണ് വേണ്ടത്. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ സ്ഥലത്ത് കിടത്തുന്നത് വരെ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞ് രണ്ടാമത് ആടെ നിന്ന് ചുമന്നു കൊണ്ടുവരുമ്പോൾ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമന്നു കൊണ്ടുവരുമ്പോഴും പറയേണ്ടത് സുബ്ഹാനല്ലാഹ് 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 എന്നാണ് പറയേണ്ടത്. കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ കിടത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹാണ് ചെല്ലേണ്ടത് ഈ മൂന്ന് സന്ദർഭത്തിൽ. എന്നിട്ട് മയ്യത്ത് കട്ടിലിൽ കിടത്തിയതിന് ശേഷം ഒന്നിക്കലോ ഖബർസ്ഥാനത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി നമസ്കരിച്ചിട്ട് അവിടുന്ന് ഖബർസ്ഥാനത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. പള്ളിയിലേക്ക് ആ മയ്യത്ത് കട്ടിലിൽ കിടത്തി ചുമന്നു കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ദിക്ർ ചൊല്ലണം എന്ന് തുഹ്ഫയിൽ വളരെ വ്യക്തമായി 3-ാം ജുസ് 177-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ദാക്കിറം ബിലിസാനിഹി, അവന്റെ നാവില് അവൻ ദിക്ർ ചൊല്ലിക്കൊണ്ട് മയ്യത്ത് കൊണ്ടുപോകണമെന്ന്. എന്നാൽ അഫ്ളൽ ദിക്റിന് ഏറ്റവും പോരിശയായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പൊ അതും ചൊല്ലിക്കൊണ്ട് എന്താക്കാം, മയ്യത്ത് കൊണ്ട് ചുമന്നുകൊണ്ട് പോകും. പള്ളിയിലേക്ക് എത്തുന്നതിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിയിൽ നമസ്കരിച്ച് അവിടുന്ന് ഖബർസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. നേരെ മറിച്ചിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ, കുളിപ്പിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കഫൻ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ, കഫൻ ചെയ്തിട്ട് മയ്യത്ത് കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോകുമ്പോൾ ഈ മൂന്ന് സന്ദർഭത്തിലും തസ്ബീഹാണ് ചെല്ലേണ്ടത്. അതായത് സുബ്ഹാനല്ലാഹ് എന്നാണ് ചെല്ലേണ്ടത്. സാധാരണ ഇത് എവിടെയും നടക്കുന്നില്ല. എല്ലായിടത്തും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കൊണ്ടുവരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മയ്യത്ത് കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. അങ്ങനല്ല വേണ്ടത്. ഇത് ഫുഖഹാവ് തന്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ തുഹ്ഫ നോക്കാം. തുഹ്ഫന്റെ ഒരു ഹാഷിയാണ് ഷർവാനി. ആ ഷർവാനി നോക്കിയാൽ കാണാൻ കൗലുഹു വൈസല്ലു ഹീന ഇമാദിഹി ബിസ്മില്ലാ, കണ്ണ് ചിമ്മിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ ബിസ്മില്ലാ എന്ന് വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറയണം. വഇൻദ ഹംലിഹി, ചുമന്നുകൊണ്ട് പോകുമ്പോൾ ബിസ്മില്ലാ, എവിടേക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോൾ, കുളിപ്പിക്കാൻ വേണ്ടി ചുമന്നുകൊണ്ട് പോകുമ്പോൾ ബിസ്മില്ലാ സുമ്മ യുസബ്ബിഹു
മാദാമ യഹ്മിലുഹു തുമ്മ യുസബ്ബിഹു, പിന്നെ തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. മാദാമ യഹ്മിലുഹു, ചുമന്നു കൊണ്ട് പോകുമ്പോഴെല്ലാം എവിടേക്ക് ചുമന്നു കൊണ്ടുപോകാം? ഇലൽ മുഗ്തസലി, ഒളിപ്പിക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു വനഹ്ബിഹി, അത് പോലോത്ത സ്ഥലത്തിലേക്ക്. അത് പോലോത്ത സ്ഥലം പറഞ്ഞാൽ എന്ത്? ഒളിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കഫൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ, കഫൻ ചെയ്തിട്ട് മയ്യത്ത് കട്ടിലേക്ക് ചുമന്നുകൊണ്ട്, അതാണ് നഹബ് എന്ന് പറഞ്ഞാൽ. അത് പോലോത്തത്. ഈ സന്ദർഭത്തിലെല്ലാം സുബ്ഹാനല്ലാഹ് യുസബ്ബിഹു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ശർവാന് പറയുന്നു വഅമ്മാമാ യഫ്അലു അമാമൽ ജിനാസത്തി ഫസയത്തി. ഈ മയ്യത്തിനിക്ക് മയ്യത്ത് കട്ടിലിന്റെ മേലിൽ വെച്ചതിന്റെ ശേഷം ജനാസ എന്ന പുതിയൊരു പേർ വരും. അതുവരെ മയ്യത്ത് എന്നാണ്. മയ്യത്ത് കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ പുതിയ ഒരു പേർ അതിലേക്ക് വരുന്നുണ്ട്, ജനാസ. ആ ജനാസിന്റെ മുമ്പിൽ പറയേണ്ടത് ഫസയത്തി, പിറകെ വരുന്നുണ്ട്. അതാണ് പിറകെന്ന് പറയുന്നത് ദാക്കിറം ബിലിസാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുഹ്ഫയിൽ നാവിൽ ദിക്ർ ചൊല്ലണം. ഏത് ദിക്ർ ചൊല്ലണം? ഏത് ദിക്റും ചെല്ലാം. പക്ഷെ അഫ്ളൽ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചെല്ലലാണ് ഏറ്റവും നല്ലത്. ഇത് തൂഫ 3-ാം ജുസ് 95-ാമത്തെ പേജ് നോക്കിയാൽ ഞാൻ ഈ വായിച്ചത് കാണാം. 3-ാം ജുസ് 95-ാമത്തെ പേജ് നോക്കിയാൽ അവിടെ സർവാനിയിൽ കാണാം. അതേപോലെ തന്നെ നിഹായനുമുണ്ട്. നിഹായനിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, സുമ്മ യുസബ്ബിഹു മാ ദാമ യഹ്മിലുഹു എന്ന് നിഹായയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിഹായ പേജ് എത്രയാണ്? 2-ാം വാക്യം, 2-ാം ജുസ് 439-ാമത്തെ പേജ് നോക്കിയാൽ നിഹായയിൽ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ വിഷയം കാണാം. പോകട്ടെ, അത് മാത്രമല്ല, സാധാരണ മുതഅല്ലിമീങ്ങൾക്ക് ദർസിൽ പഠിപ്പിക്കുന്ന, മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കിതാബാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയ്യ. അതിലും ഈ ഇബാറത്തിനെ നക്കിൽ ചെയ്തിട്ടുണ്ട്. അവിടെ 162-ാമത്തെ പേജ് നോക്കിയാൽ കാണാം വയഹ്മിലഹു ഇലൽ മുഗ്തസലി ബിസ്മില്ലാഹി സുമ്മ യുസബ്ബിഹു മാ ദാമ യഹ്മിലുഹു ഇലൈഹി. ആ മുഗ്തസിലേക്ക് കുളിപ്പിക്കാൻ ചുമന്നുകൊണ്ട് പോകുമ്പോഴെല്ലാം സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലണം എന്ന്. തിരിഞ്ഞല്ലേ? മനസ്സിലായല്ലേ? ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടിട്ട് സാധാരണ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ നാട്ടിലെല്ലാം കാണുന്നത് എല്ലാവരും ശ്രദ്ധിക്കാറുള്ളതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതാണ് കാണുന്നത്. അങ്ങനല്ല പറയേണ്ടത്, സുബ്ഹാനല്ലാഹ് എന്നാണ് പറയുന്നത്. 3 അവസരത്തിൽ സുബ്ഹാനല്ലാഹ് എന്നാണ് പറയേണ്ടത് എന്നാണ് ആകെ തുക. ഇനി ഇൻഷാ അല്ലാഹ് ചോദ്യമെല്ലാം പിന്നെ ചോദിക്കാം. നമസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് നിർത്താം.